വയനാടും ചേലക്കരയിലും എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ ഏവരുടെയും ശ്രദ്ധ പാലക്കാടേക്കാണ്. ഇനി 6 ദിവസം കൂടിയേ പാലക്കാട് വോട്ടെടുപ്പിനുള്ളൂ. അപ്പോൾ കൊണ്ടുപിടിച്ച പ്രചാരണത്തിലാണ് മുന്നണികൾ. പരമാവധി ജനങ്ങളെയൊക്കെ നേരിട്ട് കണ്ടുകൊണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളുള്ളത്. ശക്തമായ ഒരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന മണ്ഡലം കൂടിയാണ് പാലക്കാട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. എന്തായാലും മുതിർന്ന നേതാക്കളെല്ലാം പാലക്കാട് എത്തുകയാണ്. നമുക്കറിയാം, ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ വിവാദങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ തന്നെ എല്ലാ മുന്നണികൾക്കും, അതായത് 3 മുന്നണികൾക്കും സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ ഉടലെടുത്തിരുന്നു. അതിന് പിന്നാലെ കള്ളപ്പണ വിവാദവും അതോടൊപ്പം കത്ത് വിവാദവും പിന്നീട് ഹോട്ടലിലെ പാതിരാ പരിശോധനയും തുടങ്ങി. ഏറ്റവും ഒടുവിൽ ഇപിയുടെ ആത്മകഥാ വിവാദം അവിടെ ചർച്ചയായി വരുന്നു. ഇന്നിതാ വ്യാജ വോട്ട് ആരോപണം കൂടി ഉയർന്നു വന്നിരിക്കുകയാണ്. പാലക്കാട് CPM ആണ് കോൺഗ്രസിനും BJPക്കുമെതിരെ വ്യാജ വോട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ കോൺഗ്രസും CPMനെതിരെ രംഗത്തെത്തുന്നുണ്ട്. എന്താണ് പാലക്കാട്ടെ വ്യാജ വോട്ട് ആരോപണം എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. CPM ആണ് വ്യാജ വോട്ട് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലക്ഷ്യമിടുന്നത് കോൺഗ്രസിനെയും BJPയെയും തന്നെയാണ്. പ്രധാനമായി CPM ഉന്നയിക്കുന്നത് അവിടെ പാലക്കാട് വോട്ടർ പട്ടികയിൽ 2700-ലധികം വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റി എന്നതാണ്. അതായത് പല പഞ്ചായത്തുകളിലായി സ്പ്ലിറ്റായി കിടക്കുന്നവർക്ക് മറ്റ് പലയിടങ്ങളിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന തരത്തിലേക്ക് വലിയ കൃത്രിമം നടന്നു എന്നാണ് CPM ആരോപിക്കുന്നത്. ഇനി അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ പാലക്കാട് പിരായിരി പഞ്ചായത്തിൽ മാത്രം 800-ലധികം വോട്ടർമാർ, അതായത് വ്യാജ വോട്ടർമാർ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു എന്നാണ്. അതിന് കൃത്യമായി പേര് വിവരങ്ങൾ സഹിതമുള്ള തെളിവുകൾ CPM നിരത്തുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ടത്. അതിൽ തന്നെ ഈ വ്യാജ വോട്ടർമാരിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ 40 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവരാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി CPM മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് ചില ആരോപണങ്ങൾ, അല്ലെങ്കിൽ ഈ ആരോപണത്തിന് സാധുത നൽകുന്ന ചില കാര്യങ്ങൾ കൂടി അവർ തുറന്നു പറയുന്നുണ്ട്. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസിന് ഇരട്ട വോട്ട് ഉണ്ട് എന്നുള്ളതാണ്. 2 അതായത് 2 വോട്ടർ പട്ടികയിൽ KM ഹരിദാസ് ഇടം പിടിച്ചിരിക്കുന്നു എന്നതാണ് CPM ആരോപിക്കുന്നത്. അതെവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ പട്ടാമ്പിയിലും അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും ഹരിദാസിന് വോട്ടുണ്ട് എന്ന് അവർ ആ വോട്ടർ പട്ടിക അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ആരോപണം മുന്നോട്ട് വയ്ക്കുകയാണ്. ഇനി ഈ 2700-ലധികം വ്യാജ വോട്ടർമാർ ഇടം പിടിക്കുമ്പോൾ അവരുടെ കൃത്യമായ വിവരങ്ങൾ അതിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് വീട്ടു നമ്പർ പോലും പ്രദർശിപ്പിച്ചിട്ടില്ല എന്നതാണ്. അതായത് ഒരു സ്ലിപ്പ് നൽകാനായി അവിടെ എത്തിച്ചേരുമ്പോൾ ഈ പറയുന്ന ആളുകളെ കാണാൻ പോലും കഴിയുന്നില്ല എന്നതാണ് CPM ആരോപിക്കുന്നത്. ഇതെല്ലാം കോൺഗ്രസും BJPയും ചെയ്യുന്നത് അവിടെയുള്ള BLOമാരെ സ്വാധീനിച്ചുകൊണ്ടാണ് ഇങ്ങനെ വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റിയത് എന്നതാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. ഇനി BLOമാരെ സ്വാധീനിച്ചുകൊണ്ടാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് പറയുന്നു. എന്തായാലും ഈ രീതിയിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ ഉയർത്തുമ്പോൾ കോൺഗ്രസിന് മറുപടിയുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ CPMനെതിരെ പറഞ്ഞത്, അതായത് ഒരു മറുപടി എന്നോണം പറഞ്ഞത്, നിങ്ങളുടെ സ്ഥാനാർത്ഥിയായ സരിനും ഭാര്യയും വ്യാജ വോട്ടർമാരാണ് എന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. എന്തായാലും നമുക്ക് നോക്കാം ഈ വ്യാജ വോട്ട് ആരോപണം എത്ര കണ്ട് പാലക്കാട് ഇപ്പോൾ ചർച്ചയായി വരികയാണ് എന്ന് നോക്കാം. ദിവ്യ ജോസഫാണ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ദിവ്യ, ഏറ്റവും ഒടുവിൽ വിവാദങ്ങൾ വ്യാജ വോട്ട് ആരോപണത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് പ്രചാരണം. ഈ വിവാദങ്ങളൊക്കെ എത്ര കണ്ട് ചർച്ചയാകുന്നുണ്ട് പ്രചാരണ രംഗത്ത്? ദിവ്യ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ വിവാദങ്ങൾ ഒട്ടും തന്നെ ഈ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അതേ തുടർന്നുണ്ടായ കൊഴിഞ്ഞുപോക്ക, പാർട്ടിയിലുണ്ടായ അസ്വാരസ്യങ്ങളെല്ലാം 3 മുന്നണികളെയും വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. അതിൽ നിന്നെല്ലാം കയറി വരുമ്പോഴും മറ്റു പല വിവാദങ്ങളും വന്നുകൊണ്ടിരുന്നു. ഏറ്റവും അവസാനം നമ്മൾ കണ്ടതായിരുന്നു പെട്ടി വിവാദവും നേരത്തെ ദിവ്യ പറഞ്ഞതുപോലെയുള്ള പാതിരാ പരിശോധനയും. അതിനുശേഷം പുതിയൊരു ആയുധം CPM ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് അത് വ്യാജ വോട്ടർമാരെ BJPയും അതുപോലെ തന്നെ കോൺഗ്രസും തിരികെ കയറ്റുന്നു എന്നാണ്. കഴിഞ്ഞ ദിവസം തന്നെ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം വോട്ടർ പട്ടിക എടുത്ത് കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു തങ്ങളുടെ ആരോപണം അദ്ദേഹം പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പാലക്കാട് മണ്ഡലത്തിൽ, മലമ്പുഴ മണ്ഡലത്തിൽ ഉള്ള ആൾക്ക് തന്നെ പാലക്കാടും പിരായിരി പഞ്ചായത്തിലും വോട്ട് ഉണ്ട് എന്നാണ് അദ്ദേഹം അതിലൂടെ പറയാൻ ശ്രമിച്ചത്.
ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും സമാനമായ ആരോപണം തന്നെയാണ് CPM ഉയർത്തിയത്. പിരായിരി പഞ്ചായത്തിൽ മാത്രം 800 വ്യാജ വോട്ടർമാരുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിൽ ഒട്ടാകെ ഇത്തരത്തിൽ 2700 വ്യാജ വോട്ടർമാരും ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന് പിന്നിൽ കൃത്യമായി BJPയും കോൺഗ്രസും തന്നെയാണ് എന്നാണ് CPM ആരോപിക്കുന്നത്. കാരണം പാലക്കാട് മണ്ഡലത്തിൽ BJP ജയിക്കാനുള്ള എല്ലാ അവസരവും കോൺഗ്രസ് ഒരുക്കി നൽകുന്നു എന്നാണ് ഇതുവഴി CPM ആരോപിക്കുന്നത്. അതിനുള്ള തെളിവുകളും അവർ നിരത്തുന്നുണ്ട്. വോട്ടർ പട്ടിക ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല ആളുകളുടെയും പല ഈ വോട്ടർ പട്ടികയിലുള്ള പേരുകളും അതുപോലെ തന്നെ പല മണ്ഡലങ്ങളിലെ അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം CPM ഉന്നയിക്കുന്നത്. CPM ഈ വിഷയം ഉന്നയിച്ച, അതായത് CPM എടുത്തു ഉപയോഗിച്ച ഇതേ ആയുധം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും തിരിച്ചുപയോഗിക്കുന്നത്. CPM ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി, അതായത് CPMന്റെ സ്ഥാനാർത്ഥി വ്യാജ വോട്ടറല്ലേ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. CPMന്റെ സ്ഥാനാർത്ഥി P സരിനും ഭാര്യ സൗമ്യ സരിനും വ്യാജ വോട്ടർമാരെന്നാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ ഇന്ന് രാവിലെ മുതൽ പറയുന്നത്. വ്യാജ വോട്ടിൽ പാലക്കാട് പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ്. ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഇനിയും എന്തൊക്കെ വിവാദങ്ങൾ ഉയർന്നു വരും പാലക്കാട് എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ദിവ്യ ജോസഫാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.